മൈസൂർ സീരീസ് പാർട്ട് 5. രാവിലെ തന്നെ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് ആശുപത്രി പോണെന്ന്. അപ്പൊ അവനും കുട്ടി ഞാൻ ആശുപത്രിയിലെത്തി. വണ്ടിയും പാർക്ക് ചെയ്ത് ഞാൻ നേരെ ഉള്ളിലോട്ട് പോകുന്നു. ഈ വരി കണ്ടപ്പോ മനസ്സിലായി ഇപ്പോഴൊന്നും പോരാൻ പറ്റില്ല. അങ്ങനെ അവരെ കാട്ടിയിട്ട് നേരെ ഞങ്ങളൊരു ഊണ് കഴിക്കാൻ പറ്റും. അങ്ങനെ ഊണും കഴിച്ച് ഇന്ന് എന്താ ഉണ്ടാക്കുന്നതെന്നല്ലേ. ഇന്ന് നമുക്കൊരു ഈസി ബിസ്ക്കറ്റ് പുഡിംഗ് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു ചട്ടി എടുത്ത് നേരെ അടുപ്പത്തോട്ട് വെക്കാം. ഇതിലോട്ട് ഞാൻ 2 കൂടി പ്യാല. അടുത്ത നമ്മള് മെയിൻ ഇൻഗ്രീഡിയന്റ് ഇവനാണ്. ഇവനെ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഇച്ചിരി പാൽ ഒഴിച്ച് നല്ലോണം അങ്ങോട്ട് മിക്സ് ആക്കാം. അങ്ങനെ അതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാത്രത്തിൽ ഇച്ചിരി പാലില് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കുക. പാല് നന്നായി തിളച്ച് വരുമ്പോ നമ്മൾ നേരത്തെ നേരെയൊക്കെ വെച്ച ഈ കസ്റ്റർഡിന്റെ മിക്സ് നേരെ പാലിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ വീണ്ടും അങ്ങോട്ട് ഇളക്കുക, എന്നെ അങ്ങോട്ട് ഇളക്കുക. ഇളക്കിയത് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ആക്കുക. വേറൊരു ചെറിയ പാത്രം എടുത്ത് അടുപ്പത്തോട്ട് വെച്ചിട്ട് ഇച്ചിരി വെള്ളം പാർന്ന് പഞ്ചസാര ഇട്ട് ഇളക്കിയിട്ട് അതിലോട്ട് ഇച്ചിരി ഹോർലിക്സ് ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കുക. അപ്പത്തേനും നമ്മളെ കസ്റ്റർഡ് മിക്സ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഇത് നേരെ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് നമ്മൾ മേരിലൈറ്റ് ബിസ്ക്കറ്റ് ആയിട്ട് എടുക്കുന്നത്. ഇതാ പാത്രത്തിലോട്ട് അങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് നിരത്തി കൊടുക്കുക. അതിനുശേഷം ആ ചൂടാക്കിയ ഹോർലിക്സിന്റെ മിക്സ് ഇതിന്റെ മേലെ കൂടെ അങ്ങോട്ട് പാരി കഴിഞ്ഞിട്ട് നമ്മൾ ബിസ്ക്കറ്റ് ഒന്ന് പൊതിരുമ്പോ മേലെ കൂടെ ആ കസ്റ്റർഡിന്റെ മിക്സ് കൊണ്ട് ഇട്ട് കൊടുക്കും. അതിനുശേഷം വീണ്ടും ആ ബിസ്ക്കറ്റ് നിരത്തി കൊടുത്ത് ഹോർലിക്സിന്റെ വെള്ളം പകരം പിന്നെ ആ കസ്റ്റർഡ് ഇട്ടിട്ട് ഫുൾഫിൽ അങ്ങോട്ട് ചെയ്യുക. ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എത്ര നേരം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിൽക്കും നമുക്ക് അറിയത്തില്ല. പറഞ്ഞ് നാക്കെടുത്തില്ല, അപ്പത്തേനും അലിഞ്ഞങ്ങ് പോയി. കാണാനൊരു ഭംഗിയില്ലാന്നുള്ളൂ, ഭയങ്കര ടേസ്റ്റാ. ഇത് നമുക്കൊന്ന് കഴിച്ചങ്ങോട്ട് നോക്കാം. പറഞ്ഞ പോലെ തന്നെ കേട്ടോ, കാണാനൊരു ഭംഗിയില്ലാന്നുള്ളൂ, ഭയങ്കര ടേസ്റ്റാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഡിഷിന് കൊടുത്തു 10-7. അപ്പൊ നമുക്ക് അടുത്ത പാട്ടിൽ കാണാം.